കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി. മുന്നണി മാറിയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മണ്ഡലത്തിൽ പകരം വീട്ടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജിനെ UDF സ്ഥാനാർത്ഥിയായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് പ്രഖ്യാപിച്ചു. സീറ്റ് വിഭജനം സംബന്ധിച്ച് UDFിലെ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് പ്രഖ്യാപനം. ഇടത് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ തോമസ് ചാഴിക്കാടൻ UDFിന്റെ സ്ഥാനാർത്ഥിയായാണ് വിജയിച്ചതെന്നും മണ്ഡലം ഇത്തവണയും UDFിനൊപ്പം നിൽക്കുമെന്നും PJ ജോസഫ്. മുന്നണി മാറിയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് പ്രധാന ദൗത്യമെന്ന് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി ഈ പാർലമെന്റ് മണ്ഡലം തിരിച്ചു വീണ്ടും ജനാധിപത്യങ്ങൾക്ക് വേണ്ടി വീണ്ടെടുക്കുക എന്നുള്ള ദൗത്യം കൂടി ഈ അവസരത്തിൽ സംസ്ഥാനത്ത് UDF ജയിക്കുന്ന ആദ്യ മണ്ഡലമായാണ് കോട്ടയത്തെ മുന്നണി കാണുന്നത്. കോൺഗ്രസിന് കൂടി അഭിമതനാകുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് ഫ്രാൻസിസ് ജോർജിന് നറുക്ക് വീണത്. സഭാ പിന്തുണയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. സീറ്റിനു വേണ്ടിയുള്ള അവകാശവാദങ്ങൾ കേരള കോൺഗ്രസിൽ ഉയർന്നിരുന്നുവെങ്കിലും അസംതൃപ്തരെ ചർച്ചയിലൂടെ സമവായത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അവകാശവാദം. ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. 5 തവണ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് ജോർജ്. ജനം, കോട്ടയം.